ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്ന് പറഞ്ഞാൽ തീരെ ഒരു സുഖമില്ലാത്ത ദിവസമാണ് കേട്ടോ. ജലദോഷം ഒക്കെ ആയിട്ട് ഒരു മൂടില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ കുറേ നേരം അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഒരു 10-11:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ കറിയുടെ പരിപാടിയൊക്കെ നോക്കണത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങക്കായ കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ഇപ്പോൾ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ എൻ്റെ പണികളൊക്കെ നോക്കണത്. കുട്ടികൾ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവർക്ക് രാവിലെ നിന്ന് നേരത്തെ മദ്രസയായ കാരണം ഇപ്പോൾ അവർ കിടന്നുറങ്ങാനൊക്കെ മൂത്തതാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, കറിയിലിടാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചള്ളാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചിലത് മൂത്തതാണ്, അപ്പോൾ കളയാനും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നന്നാക്കി കറിയിലേക്ക് ഇടാൻ വിചാരിച്ചിട്ടൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുരിങ്ങക്കായ നന്നായി കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ മുരിങ്ങക്കായ കറി വയ്ക്കണത്. അങ്ങനെ പരിപ്പ് നന്നായി കഴുകിയെടുത്തു കേട്ടോ. ഈ പരിപ്പിന് അധികം വേവില്ലാത്ത കാരണം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇതിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കണത്. മഞ്ഞപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അങ്ങനെ വേവിക്കാറാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ വേഗം വേവണ കാരണം ഞാൻ അങ്ങനെ വെക്കണത് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കണത് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കത് വേവുമ്പോഴത്തേനും തേങ്ങ ഒക്കെ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. മുന്നേക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരവാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ചിരവായ കാരണം നല്ല സുഖമാണ് കേട്ടോ ചിരവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചിരവി കഴിയുകയും ചെയ്യും. തേങ്ങ അരക്കണയിലേക്ക് ഞാൻ വേപ്പിൻ്റെ ഇല, ജീരകം, ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കാറ്. അപ്പം ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുറത്തേക്ക്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. അപ്പോൾ വേഗം തേങ്ങ ഒക്കെ അരച്ച് വെക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു വിളി കേൾക്കണം കേട്ടോ. പോയി നോക്കുമ്പോൾ മക്കളുടെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അവർ കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കിളി അവിടെ ഒരു പൂവിൻ്റെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കുകയാണ് കേട്ടോ. ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് കറി. മുരിങ്ങക്കായ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് തിളക്കണം. എൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങയുടെ ഒരു പിരിഞ്ഞ പോലെ അങ്ങ് നിൽക്കും കേട്ടോ. അത് കാണാനും ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കടുകും വേപ്പിൻ്റെ ഉണക്കുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബീഫൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്നാലാണ് അത് കളറ് മാറും, ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സബോള അരിയുന്നുണ്ട് കേട്ടോ. എനിക്ക് ബീഫൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സബോള ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സബോളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സബോള നടുവിൽ എന്താണെന്ന് അറിയില്ല, ഒരു ഉണങ്ങിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അങ്ങനെ ബീഫ് ഫ്രൈ റെഡിയായി ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.